പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ സാബു പരുത്തിക്കുഴി. എൻ്റെ തൊട്ടു പുറകിൽ കാണുന്നതാണ് വലിയതുറ കടൽപ്പാലം. ഒരു കാലത്ത് തിരുവനന്തപുരത്തെ വാണിജ്യസ്ഥിര കേന്ദ്രമായിരുന്നുവെങ്കിലും ഇന്ന് ഇത് ഒരു ചരിത്ര സ്മാരകമായി കടലിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണിത്. തിരുവനന്തപുരം വലിയതുറ കടൽപ്പാലത്തിന് ഒരുപാട് ചരിത്രമുണ്ട് പറയാം. ആദ്യ പാലം 1825 ഒരു ഉരുക്കുപാലം വലിയതുറയിൽ നിർമ്മിച്ചു. ഇത് ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായി വലിയതുറയെ മാറ്റി. കയറ്റിറക്കുമതിക്കായി കപ്പലുകൾ ഇവിടെ അടുത്തിരുന്നു. ഈ പാലത്തിലൂടെ ചരക്കുകൾ കൊണ്ടുപോകാനായി വേളിയിൽ നിന്ന് റെയിൽപാതയും സ്ഥാപിച്ചിരുന്നു. പാലം തകരുന്നു. 1947 നവംബർ 23 SS പണ്ഡിറ്റ് എന്ന ചരക്കു കപ്പൽ പാലത്തിലിടിച്ച് തകർന്നു. കപ്പൽ അടുക്കുന്നത് കാണാൻ നിരവധി ആളുകൾ പാലത്തിലുണ്ടായിരുന്നു. അപകടത്തിൽ 5 പേർ മരിക്കുകയും നിരവധി പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തു. ഈ ദുരന്തം വലിയതുറയിലെ ചരക്ക് ഗതാഗതം പൂർണ്ണമായി നിലയ്ക്കാൻ കാരണമായി. വ്യാപാര കച്ചവടങ്ങൾ കൊച്ചിയിലേക്ക് മാറ്റുകയും ചെയ്തു. പുതിയ പാലം 1956 ആദ്യത്തെ പാലം തകർന്നതിന് ശേഷം 1956 പുതിയ പാലം നിർമ്മിച്ചു. 110 കോടി രൂപ ചെലവിൽ 703 അടി നീളത്തിലും 24 അടി വീതിയിലുമായിരുന്നു ഈ പാലം പണിതത്. 1956 നവംബർ 11 ഇതിൻ്റെ ഉദ്ഘാടനം നടന്നത്. ഇതാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ പാലം. തുറമുഖത്തിൻ്റെ പ്രാധാന്യം കുറയുന്നു. കൊച്ചി തുറമുഖം വികസിച്ചതോടെ വലിയതുറ തുറമുഖത്തിൻ്റെ പ്രാധാന്യം കുറഞ്ഞു. 1979 ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് കശുവണ്ടി കയറ്റി വന്ന കപ്പലാണ് ഇവിടെ എത്തിയ അവസാന കപ്പൽ. അതിനുശേഷം തുറമുഖം ഉപയോഗശൂന്യമായി നശിച്ചു പോകുന്നു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കടൽക്ഷോഭവും ചുഴലിക്കാറ്റുകളും കാരണം പാലത്തിന് വലിയ കേടുപാടുകൾ സംഭവിച്ചു. 2017 ഓഖി ചുഴലിക്കാറ്റിലും 2021 ടൗക്കത്ത് ചുഴലിക്കാറ്റിലും പാലത്തിന് കേടുപാടുകൾ സംഭവിച്ചിരുന്നു. കടലാക്രമണം, ബലക്ഷയം സംഭവിച്ച പാലം 2024 ശക്തമായ തിരമാലകളെ തുടർന്ന് രണ്ടായി പിളർന്നു.